പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് വേൾഡ് ലൈറ്റ് മിഷനിൽ ഷെയർ ചെയ്യാൻ പോകുന്ന വചനം 2 തിമോഥെയോസിലെ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി പാനീയാഗമായി തീരുവാൻ വേണം, എൻ്റെ നിര്യാണ സമയം അടുത്തിരിക്കുന്നു. നിര്യാണ സമയം എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നാൽ, ഒരു കപ്പൽ, കടൽ തീരത്തെടുക്കുന്ന ഒരു കപ്പൽ അതിനെ ഒരു കുറ്റിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ചരക്ക് ഇറക്കുകയും ചരക്കെല്ലാം സംഗതികളെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം അതിനെ വീണ്ടും ഇവിടെ നിന്ന് കയറ്റിയതിനു ശേഷം ആ കുറ്റിയിൽ നിന്ന് ആ കെട്ട് അഴിച്ചു മാറ്റി അതിനങ്ങോട്ട് വിടുന്നത് ഇതിനെയാണ് നിര്യാണമെന്ന് പറയുന്നത്. പാനീയാഗമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ അത്താഴം കഴിക്കുന്നതിന് പറയാറുണ്ട്, ദൈവമേ പക്ഷിപ്പാനും പാനം ചെയ്യുവാൻ തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ അന്യദേവനെ കൈക്കൊള്ളുന്ന വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലിയെ ഞാൻ സഹിക്കുകയില്ല. അപ്പോൾ പാനീയ ബലി എന്ന് പറഞ്ഞ രക്തബലിയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി തൻ്റെ രക്തം അത് ഊറ്റിത്തന്നു എന്ന് അപ്പോസ്തലനായ പൗലോസിന് സംഭവിച്ചിടത്തോളം കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും ഭാരങ്ങളും വേറെ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എത്ര പ്രാവശ്യം അവൻ അടികൊണ്ടു, എത്ര പ്രാവശ്യം കപ്പൽ ചതത്തിപ്പെട്ടു, എത്ര പ്രാവശ്യം കള്ളന്മാരാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നു, എത്ര പ്രാവശ്യം അത് ജയിലിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഫിലിപ്പിയ ലേഖനം 1:21 പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അത് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഇത്ര മനോഹരമായ വചനമാണ്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന്. കാരണം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ യേശുവിനോട് കൂടെയാണ്, ജീവിക്കുന്നതും ക്രിസ്തുവിനോട് കൂടെയാണ്. എന്നാൽ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനത്തിൽ മനുഷ്യൻ ഒരിക്കൽ മരിക്കും, മരണം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സഭ അത് മരിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ജീവനായിരിക്കുന്നത് കൊണ്ട്, കർത്താവായ യേശു കാൽവരി ക്രൂസിൽ മരിച്ചപ്പോൾ എല്ലാം നിവർത്തിയായി കഴിഞ്ഞു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണത്തിൻ്റെ മരിക്കുമെന്ന് പറഞ്ഞ കാര്യം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂസിലെ മരണത്തോടു കൂടി നിവർത്തിയായി എങ്കിൽ പിന്നെ മരണമില്ല. എന്നാൽ ദൈവം പറഞ്ഞ്, എന്നെ സ്വീകരിക്കുന്നവൻ എൻ മൂലം ജീവിക്കും, ഞാൻ ദൈവത്തിലും ദൈവം എന്നിലും ഞാൻ നിങ്ങളിലുമാക്കുന്നു, നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല എന്ന്. എന്നാൽ സഭ പഠിപ്പിക്കുന്നത് എന്താ പറയുമോ? മനുഷ്യന് ഒരിക്കൽ മരണമുണ്ട്, ആ മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. സഭ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അത് ഓർമ്മയ്ക്ക്, എപ്പോഴും ഓർമ്മയ്ക്ക് അതൊരു കാരണമായി തീരണം. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പറയുവാനായിട്ട് കേട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ സ്നേഹിച്ച് നമ്മളിൽ ഒരാളായി നമ്മെപ്പോലെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച് ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് ലോകത്തിൻ്റെ പാപവും ഭാരവും എല്ലാം അവൻ ഏറ്റെടുത്ത് മരിച്ചത് അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിട്ടാണ്. ആ കാൽവറി ക്രൂസിൽ 2 കള്ളന്മാരുടെ നടുവിൽ മരിച്ച യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹേ മരണമെന്നിൻ്റെ ജയമെവിടെ? ഹേ പാതാളമെന്നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടെ ആയിത്തീരുമ്പോൾ പിന്നെ നമുക്ക് മരണമില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭം. അങ്ങനെ നമുക്കും പറയുവാനായിട്ട് കഴിയുമോ? മരിക്കുന്നത് ലാഭം, ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ്, ഞാൻ പാനീയാഗമായി തീർന്നിരിക്കുകയാണെന്ന് പറയുവാനായിട്ട് കഴിയും. പാനീയാഗമായി തീർന്നു കഴിഞ്ഞാൽ അത് സഭയ്ക്കുള്ളതായി തീരണം, അത് ദേശത്തിനുള്ളതായി തീരണം, അത് ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ലോകത്തിൻ്റെ പ്രകാശമാകുന്ന വെളിച്ചം അത് പ്രകാശിച്ച് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകാശം പോലെ അതെല്ലാം ശോഭിക്കേണ്ടതാണ്. അതുകൊണ്ട് വചനം നമ്മൾ വായിക്കണം, വചനം നമ്മൾ പഠിക്കണം,
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വായിക്കേണ്ടതായിരിക്കുന്ന സങ്കീർത്തനങ്ങളും വചനങ്ങളും എത്ര സന്തോഷം നമ്മൾ ഇടുന്ന ന്യായപ്രമാണത്തെ രാഫകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ എത്ര ശ്രേഷ്ഠന്മാരാണ്. അവിടെ കാൽ നല്ല പ്രകാശമാണ്. ആയതിനാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്ക് വായിത്തീരുവേണ്ടേ തീരട്ടെ. നമ്മുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതം യേശുവിൻ്റെ കൂടെ നിൽക്കുമോ? ഇന്ന് രാത്രികാലം നിന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ യേശു കൂടെയുണ്ട്. അധ്വാനിക്കുന്നൊരു ഭാരചക്കുന്നൊരു നിങ്ങൾ എൻ്റെ അടുക്കള വരി, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. 2 3 എൻ്റെ നാമത്തിൽ കൂടി നടുവിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാനാണ്. നീ ഉറങ്ങുമ്പോൾ ആ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്നെ തലോടി ഉറക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അമ്മ നിന്നെ മറന്നാലും, അപ്പൻ നിന്നെ മറന്നാലും, സഹോദരൻ നിന്നെ മറന്നാലും നിന്നെ മറക്കാത്ത ഒരു യേശു ഉണ്ട്. പ്രകാരം 30 അവൻ കഷ്ടയുടെ അപ്പം തന്നാലും അവൻ കഷ്ടയുടെ അപ്പം തന്നാലോ അത് എത്രമാത്രം വേദനയുള്ളതാണെങ്കിലോ ഇതിൻ്റെ പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ 22:21 എൻ്റെ ജനം 2 പാപം ചെയ്തു, ജീവജലത്തിൻ്റെ ഉറ എന്നെ ഉപേക്ഷിച്ചു, തങ്ങൾക്കായി വെള്ളമില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രികാല പൊട്ടക്കിണർ മാറ്റി ദൈവത്തിൻ്റെ വചനമാകുന്ന യേശുവിനെ സ്വീകരിച്ച യോഹന്നാൻ 1:1 അതിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവം വചനമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം നിന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ നീയും വെളിച്ചമുള്ളവനായി തീരും. നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ മാത്രമല്ല ദശേന്ദ്രിയങ്ങളെയും കഴുകി, ഉള്ളിലുള്ള ഇന്ദ്രിയത്തെയും കഴുകി ശുദ്ധീകരിക്കുക. നിന്റെ ദൈവത്തിൻ്റെ വചനം നീ വായിക്കണം. വചനം വായിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ നിന്നോട് ചേർന്നിരുന്ന് നിന്ന് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നുള്ള കാര്യം പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് ചേർന്നിരുന്നുകൊണ്ട്, യേശു നിന്നോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുവാൻ നീ മനസ്സ് വെക്കണം. ദൈവവും യേശു ക്രിസ്തുവും കൂടി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുവാനും പഠിക്കുവാനും നീ മനസ്സ് വെക്കണം. ആ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവും പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ, കന്യയുടെ ഉദരത്തിൽ ഉരുവായി എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിക്കുവാനും കേൾക്കുവാനും പഠിപ്പിക്കുവാനും നമ്മൾ പ്രാപ്തിയുള്ളവരായി മാറണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. ആത്മാവ് നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, പുത്രൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിലും നിന്നെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവത്തിൻ്റെ സന്നദ്ധ ഇന്ന് രാത്രികാലം നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ ഉറക്കത്തെ അത്രമാത്രം ഉറക്കത്തിലും നിന്നെ കരുതുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. ആകാശ ഭൂഖണ്ഡലങ്ങളിൽ നിർമ്മിച്ച ആകാശത്തെയും ഭൂമിയെയും ചന്ദ്രന നക്ഷത്രം എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ ദൈവം, മനുഷ്യ സ്വന്തം കരം കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ദൈവം അവൻ യേശുവാണ്. യേശു അല്ലാതെ വേറെ ദൈവമില്ല. യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു ജീവിപ്പിക്കുന്ന ദൈവമാണ്, അവൻ സൃഷ്ടിക്കുന്നവനാണ്, അവൻ പരിപാലിക്കുന്നവനാണ്. അവനല്ലാതെ വേറെ ദൈവമില്ല. ആ ദൈവം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ആ ദൈവം ഇന്ന് രാത്രികാലം നിന്നോട് കൂടെ ഇരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.